നമസ്കാരം കുഞ്ഞുങ്ങളെ. ലേൺ ഹിന്ദി വിത്ത് കൽ ടീച്ചർ എന്ന ചാനലിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റായ സഫരോങ്കി ജുഗൽബന്ദി എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ കിഡ്കിയാണ് എടുക്കുന്നത്. സഫരോങ്കി ജുഗൽബന്ദി. എന്താണ് സഫരോങ്കി ജുഗൽബന്ദി? ഹാർമണി ഓഫ് ജേണി. ആ യൂണിറ്റിലെ കിഡ്കി, അതായത് വിൻഡോ, ജനൽ എന്ന പാഠമാണ് നമ്മൾ എടുക്കുന്നത്. പാഠത്തിൻ്റെ പേരും എഴുതിയയാളിൻ്റെ പേരും ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതും നല്ലതുപോലെ മനസ്സിലാക്കണം. കിഡ്കി മീൻസ് ജനൽ. റൈറ്ററിൻ്റെ പേര് അഞ്ജു ഖർബന്ദ. പാഠത്തിലേക്ക് പോകാം. ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിലൊരു ഫാമിലിയാണ് കാണുന്നത്. അവരെവിടെയോ പോവുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്ന് ഷാദി മീൻസ് കല്യാണം, കല്യാണത്തിനുള്ള ബുലാവ ആയാത, ബുലാവ മീൻസ് ഇൻവിറ്റേഷൻ വന്നിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. അവർ ട്രെയിനിൽ പോകാനാണ് തൈ ഹുവ. തൈ മീൻസ് ഡിസൈഡ് ചെയ്തത്, തീരുമാനിച്ചത്. സർദി തണുപ്പ്. ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഖീതി. നേരിയ തോതിൽ ദസ്തക് ദേന ഫീൽ ചെയ്യുക, അനുഭവപ്പെട്ടിരുന്നു. ഇസലിയെ അതുകൊണ്ട്. സോച്ച അവർ ചിന്തിച്ചു. ചലോ ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ്. ഇപ്രാവശ്യം എ സി കെ ബജായ്, ബജായ് മീൻസ് പകരം, ജനറൽ കോച്ചിൽ സഫർ കാ ആനന്ദ് ലിയാ ജായ് യാത്ര ചെയ്ത് സന്തോഷിക്കാമെന്ന് അവർ ചിന്തിച്ചു. പഹലെ ആദ്യം ബീവി ബച്ചെ, ബീവി മീൻസ് ഭാര്യയും, ബച്ചെ കുട്ടികളും, ജനറൽ കോച്ച് സേ ജാനെ പർ, ജനറൽ കോച്ചിൽ പോകാൻ, കുച്ച് നാരാജ് ഹുയെ കുറച്ച് ദേഷ്യം പ്രകടിപ്പിച്ചു. പർ ഫിർ പിന്നീടോ, ധോഡി നാനുക്കർ കെ ബാദ് കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം, നാനുക്കർ മീൻസ് എതിർപ്പ്, കെ ബാദ് ശേഷം, മാൻ ഗൈ അവരത് അംഗീകരിച്ചു. ദില്ലി സേ ലഗ്ഭഗ്, ദില്ലിയിൽ നിന്ന് ലഗ്ഭഗ് ഏതാണ്ട് 8 ഘണ്ടേ കാ സഫർ, 8 മണിക്കൂർ യാത്രയാണ്. 8 മീൻസ് 8, ഘണ്ടേ കാ സഫർ, സഫർ മീൻസ് യാത്ര, ഘണ്ടേ മീൻസ് മണിക്കൂർ. സീറ്റ് ബുക്ക് ദി, സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേഷാനി നഹി ഹുയി അതുകൊണ്ട് ജ്യാദ കൂടുതൽ, പരേഷാനി ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, നഹി ഹുയി ഉണ്ടായില്ല. ബച്ചോനെ കുട്ടികൾ, ഝഡ് പെട്ടെന്ന് തന്നെ, കിഡ്കി വാലി സീറ്റ് ജനലിനടുത്തുള്ള സീറ്റ്, ജബള്ളി കൈയടക്കി. സാരാ സാമാൻ എല്ലാ ലഗേജും, സെറ്റ് കർ സെറ്റാക്കിയിട്ട്. മേം ഓർ പത്നി, മേം ഇവിടെ ആരാണ്? ഭർത്താവാണ്, പതിയാണ്. ഔർ പത്നി ഭാര്യയും, ബാത്തോ മേം മഷ്ഗൂൾ ഹോ ഗയി ഞാനും ഭാര്യയും കാര്യങ്ങളിൽ തൽപരരായി. മഷ്ഗൂൾ ഹോന മുഴുകുക, തൽപരരാകുക. മേം ഔർ പത്നി ബാത്തോ മേം മഷ്ഗൂൾ ഹോ ഗയി ഞാനും ഭാര്യയും കാര്യം പറച്ചിലിൽ മുഴുകി. നെക്സ്റ്റ് പേജ് നോക്കൂ. ഒരു യുവതി കൂടി അവരുടെ അടുത്ത് നിൽപ്പുണ്ട്. യുവതിയുടെ കയ്യിൽ എന്തോ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ദീദി ജമ്മു കി ഷാൾ ലേ ലോ ബഹുത് ബഡിയാ ഹേ. യുവതി പറയുകയാണ്, ദീദി ചേച്ചി, ജമ്മു കി ഷാൾ ലേ ലോ, ജമ്മുവിലെ ഷാളാണ്, ബഹുത്ത് ബഡിയാ ഹേ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഷാളാണ്, എടുക്കുമെന്ന്. രംഗ് ബിരംഗി ഷോളോം കാ ഭാരി ഘട്ടർ ഉടായി ഏക് സാംവലി സലോനി ഖജരാരി ആംഖോം വാലി യുവതി പത്നി കോ ഇസരാർ കർണേ ലഗി. അപ്പം ആ യുവതി പറഞ്ഞ സെൻറ്റൻസ് ആണത്. ചേച്ചി ജമ്മുവിലെ ഷാളാണ്, വളരെ ക്വാളിറ്റിയുള്ള ഷാളാണ്. രംഗ് ബിരംഗി ഷാളോങ്ക ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള, പല കളറിലുള്ള ഷോളിൻ്റെ ഭാരി ഘട്ടർ വലിയൊരു കെട്ട്, ഘട്ടർ മീൻസ് കെട്ട്, ഉഠായി എടുത്ത്, ഏക്ക് സാംവലി സലോനി കജരാരി അങ്കോം വാലി യുവതി. ആ യുവതിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. യുവതിയുടെ പ്രത്യേകത എന്താണ്? സാംവലി കറുപ്പ് നിറമുള്ള, സലോനി സുന്ദരിയായ, ഖജരാരി ആംഖോം വാലി കൺമഷി എഴുതിയ കണ്ണുകളുള്ള യുവതി. പത്നിക്കോ ഭാര്യയെ, ഇസരാർ കർണേ ലഗി കൊതിപ്പിക്കുകയാണ്. ഷോള് കാണിച്ച് യുവതി പത്നിയെ കൊതിപ്പിക്കുകയാണ് അല്ലേ. കിത്തനെ കീ ഹേ, ഇവിടെ ഒരു വാർത്താലാപം നമുക്ക് വരുന്നുണ്ട്. വാർത്താലാപം മീൻസ് കോൺവെർസേഷൻ. അപ്പോൾ യുവതിയും പത്നിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. കിത്തനെ കീ ഹേ എത്രയാണ്, യുവതി ചോദിക്കുകയാണ്.
250 की. 250 മീൻസ് 250. ഇത്തി മഹങ്കി, ഇത്രയും വിലയോ. മഹങ്ക മീൻസ് എന്താണ്? വില. ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. ജ്യാദാ കൂടുതൽ, പീസ് ലോഗി കൂടുതൽ പീസ് എടുക്കൂ, തോ കം കർ ദൂങ്കി അപ്പോൾ കുറച്ച് തരാം. മുझे ദുഖാൻ ഖോൽനി ഹേ ക്യാ. മുझे എനിക്ക്, ദുഖാൻ ഷോപ്പ്, ഖോൽന ഓപ്പൺ ചെയ്യുക, തുറക്കുക, ക്യാ. അപ്പോൾ പത്നി ചോദിക്കുകയാണ്, ഞാനെന്താ കട തുറക്കാൻ പോകുന്നോ? ലേ ലോന എടുക്കൂ, ബഹനോം ഓർ ഭാബിയോം കെ ലിയേ. അത് യുവതി പറയുകയാണ്, എടുക്കൂ, സിസ്റ്റേഴ്സിനും ഭാബി ചേട്ടത്തിമാർക്കും കൊടുക്കാൻ വേണ്ടി എടുക്കൂ. മേനെ പത്തിക്കോ ഇഷാര കിയ. ഞാൻ ആരാണ്? പതി, ഭർത്താവ്. പത്നിക്കോ ഇഷാര കിയ, ഭാര്യയെ ആംഗ്യം കാണിച്ചു. എന്തിനാണ്? വാങ്ങിക്കാൻ വേണ്ടി. तो उसने आँखें तरेर मुझे चुप रहने का संकेत किया. അപ്പോൾ കണ്ണുരുട്ടി, ആംഖേൻ തരേർക്കർ, കണ്ണിങ്ങനെ ഉരുട്ടിയിട്ട്, മുജ്ജെ എന്നെ, ചുപ്പ് രഹിനേക്കാ സങ്കേതിക്കുക, മിണ്ടാതിരിക്കുക, ചുപ്പ് രഹിന മിണ്ടാതിരിക്കുക, സങ്കേതിക്കുക ആംഗ്യം കാണിച്ചു. ഭാര്യ പറയുകയാണ് മിണ്ടാതിരിക്കുന്നത്, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അച്ഛാ 5 പീസ് ലൂൻ തോ കിത്തനേക്കേ ദോങ്കി. ശരി, 5 പീസ് എടുത്താൽ എത്രയാണെന്ന്. 200 रुपये पर पीस ले लेना दीदी. 200 200 രൂപയ്ക്ക്. 200 എന്ന് വെച്ചാൽ എത്രയാണ്? 200. 200 രൂപയ്ക്ക് പീസ് ലേ ലേനാ ദീദി. 200 രൂപയ്ക്ക് എടുത്തു. പിന്നെ 100 रुपये पर പീസ്. ഇല്ല, 100 രൂപ, ഒരു പീസിന് 100 രൂപയ്ക്ക് തരാമെന്ന് പത്നി പറയുകയാണ്. അപ്പോൾ യുവതി എന്താ പറയുന്നത്? ദീദി സൗത്തോ ബഹുത്ത് കം ഹേ. 100 ബഹുത്ത് കം ഹേ, വളരെ കുറവല്ലേ. കഹത്തെ ഹുയേ, ഇത് യുവതി പറയുമ്പോൾ, ഉസ്കാ ഗല, അവളുടെ തൊണ്ട രുന്തുകയ, തൊണ്ട ഇടറുകയാണ്. और उसकी കജ്രാരി ആങ്കയും ഫറായി, അവളുടെ ആ കൺമഷി എഴുതിയ കണ്ണുകൾ നിറയുകയാണ്. എന്ത് പറഞ്ഞപ്പോൾ? ചേച്ചി ഇത് വളരെ കുറവല്ലേ, 100 എന്നുള്ളത് വളരെ കുറവല്ലേ. ഇത് പറഞ്ഞപ്പോൾ യുവതിയുടെ കണ്ണുകൾ നിറയുകയാണ്, കണ്ടം ഇടറുകയാണ്. ചൽ ന തേരി ന മേരി 150 पर പീസ്. ശരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 150. 150 മീൻസ് 150ക്ക് പെർ പീസ്, ഒരു പീസിന് 150 വെച്ച്. അച്ഛാ ദീദി ടീഹെ ലോ രംഗ് പസന്ത് കർ ലോ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 150 രൂപ പീസ്. അപ്പം യുവതി എന്താ പറഞ്ഞത്? ശരി ദീദി, ലോ എടുത്തോളൂ, രംഗ് പസന്ത് കർ ലോ, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. രംഗ് മീൻസ് കളർ, പസന്ത് മീൻസ് ലൈക്ക്, ഇഷ്ടപ്പെടുക, ഇഷ്ടമുള്ള കളർ എടുത്തോളൂ. കുച്ച് സോച്തേ ഹുയേ ഉസ്നെ കഹ, കുറച്ച് ചിന്തിച്ചതിന് ശേഷമാണ് അവൾ പറഞ്ഞത്. और गटर पत्नी के सामने सरका दिया. എന്നിട്ട് ആ കെട്ട്, ഗട്ടർ മീൻസ് കെട്ട്, പത്നി കെ സാമനെ ഭാര്യയുടെ മുന്നിലേക്ക്, കെ സാമനെ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ്, ഭാര്യയുടെ മുന്നിലേക്ക് സർഖാദിയ നീക്കി വെക്കുകയാണ്. ആര്? യുവതി. പത്നിനെ 5 ഷാളയും അലഗ് കർലി. ഭാര്യ 5 ഷാള് അലഗ് കർണ വേർതിരിക്കുക, 5 ഷോൾ എടുത്തു. और मेरी और देख, എന്നിട്ട് എന്നെ നോക്കി, റുപ്പയ ദേനേക്കാ ഇഷാരാക്കിയ, പൈസ കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. മേനെ ഝട്, ഞാൻ പെട്ടെന്ന്, മേംനെ ഇവിടെ ആരാണ്? പതിയാണ്, ഭർത്താവാണ്. 750 റുപ്പയെ നികാൽക്കർ ദേ ദിയേ, 750 രൂപ എടുത്തു കൊടുത്തു. 5 ഷാളിന് 150 വെച്ച് 750 രൂപ കൊടുത്തു. ഉസ്കെ ജാനേക്കെ ബാദ്, ആ യുവതി പോയതിന് ശേഷം, അവിടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉസ്കെ ജാനേക്കെ ബാദ്, കിസ്കെ ജാനേക്കെ ബാദ്? യുവതി ജാനേക്കെ ബാദ് രാസ്തേ ഫർ, വഴിയിലുടനീളം, പത്നി കി സുയി, ഇങ്ങനെ യാത്ര, ട്രെയിനിൽ പോവുകയല്ലേ, അപ്പോൾ യാത്രയിൽ പത്നി കി സുയി, ഭാര്യയുടെ ചിന്ത, സുയി മീൻസ് ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ള അർത്ഥം. ഇസി ബാത്തക് പർ അടക്കി രഹി, ഇക്കാര്യത്തിൽ തങ്ങി നിന്നിരുന്നു. എന്താണ്? അവിടെ ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഏത് കാര്യത്തിലാണ്? ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് വോ ഏക് ബാർ മേം ഹി 150 മേം മാൻ ഗയി, ഒരു പ്രാവശ്യം തന്നെ 150 നമ്മളങ്ങ് അംഗീകരിച്ചു. ഗൽത്തിക്ക്, തെറ്റായിപ്പോയി. ഥോടാ തോൾമോൾ ഔർ കർണാ ചാഹിയതാ,
കുറച്ചുകൂടി തോൾമോൾ മീൻസ് ബാർഗൈനിങ്, വില പേശിയാൽ മതിയായിരുന്നു. നമ്മൾ ചിന്തിക്കുകയാണ്. പത്നി എന്താണ് ചിന്തിക്കുന്നത്? യുവതി പോയതിന് ശേഷം പത്നി ചിന്തിക്കുകയാണ്, ഒരു പ്രാവശ്യം തന്നെ 150 അങ്ങ് സമ്മതിച്ചു. തെറ്റാ കാണിച്ചത്, കുറച്ചുകൂടി ബാർഗെയിൻ ചെയ്യേണ്ടതായിരുന്നു. അവർ മെരി സുയി, എൻ്റെ ചിന്ത, അതായത് എൻ്റെ ചിന്ത, ഇവിടെ ഞാനാരാണ്? പതിയുടെ ചിന്ത എന്താണ്? അതീതുമേം ജ അടക്കീതി. അതീത് മീൻസ് പാസ്റ്റിലേക്ക്, ജ പോയിട്ട് അടക്കീതി അവിടെ തങ്ങിയിരിക്കുകയാണ്. ഭൂതകാലത്തിലേക്ക് പോയി പതിയുടെ ചിന്ത. എന്താണ് പതിയുടെ ചിന്ത? ബേട്ടിക്കോ ഗോതുമേം ഭിടാ റെയിൽഗാഡി കി കിടക്കി സെ ജാങ്കത്ത മേം സോച്ച് രഹാ ഥാ. ബേട്ടിക്കോ മകളെ, ഗോതുമേം ഭിട, ഗോതു മീൻസ് മടി, മടിയിലിരുത്തി, റെയിൽഗാഡി കി കിടക്കി സെ, റെയിൽഗാഡി മീൻസ് ട്രെയിനിൻ്റെ, കിടക്കി മീൻസ് ജനലിലൂടെ, ജാങ്കത്ത പുറത്തേക്ക് നോക്കി, ജാങ്കിന പുറത്തേക്ക് നോക്കുക, മേം സോച്ച് രഹാ ഥാ ഞാൻ ചിന്തിക്കുകയായിരുന്നു. പതി ചിന്തിക്കുകയായിരുന്നു. എന്താണ് പതി ചിന്തിച്ചത്? മേരെ പിതാഭി എൻ്റെ അച്ഛനും, റെയിൽഗാഡിയിൽ, സാരാ സാമാൻ ബേച്ച് ജബ് ധഗേ ഹാരെ ഘറാത്തെ, എൻ്റെ അച്ഛനും റെയിൽഗാഡിയിൽ, ട്രെയിനിൽ, സാമാൻ ബേച്ച് സാധനങ്ങൾ വിറ്റ്, ജബ് ധഗേ ഹാരെ ഘറാത്തെ ക്ഷീണിച്ച്, ധഗേ ഹാരെ മീൻസ് ക്ഷീണിച്ച്, ഘർ ആത്തെ വീട്ടിൽ വരുമ്പോൾ, തോ ഉൻകി ആങ്കോ മേം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും, വഹി നമി ധി, നമി മീൻസ് നനവ്, അതേ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതി കി ആങ്കോ മേം ധി, അത് ഇന്ന്, ആജ് മീൻസ് ടുഡേ, ഇന്ന്, ഉസ് യുവതി കി ആങ്കോ മേം ആ യുവതിയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. എന്താണ് പതി ചിന്തിച്ചത്? എൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനം വിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹവും ക്ഷീണിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഈ നനവുണ്ടായിരുന്നു. ഏത് നനവ്? ആ യുവതിയുടെ കണ്ണിൽ കണ്ട ആ ഒരു നനവ് അച്ഛൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു. അതാണ് പതി ചിന്തിച്ചത്. ഭാര്യ എന്താണ് ചിന്തിച്ചത്? കുറച്ചുകൂടി വില പേശിയാൽ മതിയായിരുന്നു എന്നാണ് ചിന്തിച്ചത്. ഇതാണ് നമ്മളുടെ ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം. എല്ലാ കുട്ടികൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ പുസ്തകം വായിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.